പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിയാക്കന്മാരെ വക ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖന്തഖ് കുഴിക്കുന്ന സമയത്ത് സഹാബത്തെ കിറാം നബി തങ്ങളുടെ അടുക്കലേക്ക് വയറുപൊക്കി കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമിന്റെ വയറ്റിൽ ഒരു കല്ലുണ്ട്. വിശപ്പ് സഹിക്കവയ്യാതെ അവിടുത്തെ വിഷമത്തോടു കൂടെ ആ വിശപ്പിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം വേണമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം കിട്ടിയത് കാണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് 2 കല്ല് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹത്തായ ദീനിനെ കെട്ടിപ്പടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ഈ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തത് പാട്ടിലൂടെയല്ലേ, കവിതയിലൂടെയല്ലേ? ലഹുമ്മ ഇന്നൽ ഐസ ഐസുൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരിന വൽ മുഹാജിറ. അല്ലാഹുവേ, അൻസാറുകൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പാട്ട് പാടിയില്ലേ? അത് കേട്ടപ്പോൾ പ്രത്യുത്തരമായി കൊണ്ട് സഹാബത്തിന്റെ പ്രതികരണം നഹ്നുല്ലദൂന ബയഉ മുഹമ്മദ അനിൽ ജിഹാദി മാ ബഖീന അബദാ. അതേ, സഹാബത്തും പാടുന്നു, പാടാൻ വേദി ഒരുക്കുന്നു, സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു. അസ്സാൽ ഇബ്നു സാബിത്ത് പാടുന്നു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ പാടുന്നു, സഹാബത്തെ കിറാം പാടുന്നു. അത് മുസ്ലിയാക്കന്മാരെ ഏർപ്പാടാണെന്ന് സുഹൈർ മൗലവി എന്ന് പറയുന്ന മൗലവി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിക്കല് ഇവർക്ക് കണ്ടുകൂടാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തെ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളിയവർ പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പത്തിമടക്കി പതുങ്ങിയിരിക്കുന്നത് കാണുക. വഹാബി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ വിചിന്തനം, ഈ വിചിന്തനത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് ബിദ്അത്ത് എണ്ണിയ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിചിന്തനം പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ വായിച്ചിരുന്നു. പ്രവാചക കേശത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന ഈ രൂപത്തിൽ വിചിന്തനത്തിൽ അവർ എഴുതിയത് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയും, എന്നിട്ട് ആരംഭ റസൂലിന്റെ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി സൂക്ഷിച്ചു വെക്കുകയും അത് വിതരണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിക്കുകയും സ്വഹാബികൾ അത് തിക്കും തിരക്കും കൂടി ഏറ്റുവാങ്ങുകയും ചെയ്ത സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരുന്നു സഹോദരന്മാരെ. എന്നാൽ നിങ്ങൾക്കറിയണമോ, ആ പ്രമാണങ്ങളുടെ നിരയങ്ങ് ചെന്നപ്പോ എന്തിനും ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദുർവ്യാഖ്യാന രാജനായ സക്കരിയ സലാഹിക്ക് സഹോദരന്മാരെ പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ഞങ്ങൾ അരികിൽ വന്ന ഒരു അബദ്ധമാണ്, ഞങ്ങൾ അത് തിരുത്തുന്നതാണ്. നിങ്ങൾ ഓർക്കണം, ചാലിയത്തെ നമ്മുടെ പ്രസംഗം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണത്. ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഞങ്ങളുടെ പുസ്തകത്തിലോ പ്രസിദ്ധീകരണങ്ങളിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് പറഞ്ഞു കൊട്ടിഘോഷിച്ചിരുന്ന സക്കരിയ സലാഹി പ്രമാണങ്ങളുടെ മുമ്പിൽ ചാലിയത്ത് വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുജാഹിദിന്റെ വാദം, അവരുടെ മുഖപത്രം എഴുതിയ വാദമതാ അവർ തിരുത്തുകയാണ്, അബദ്ധമാണെന്ന് കുമ്പസരിച്ചിരിക്കുകയാണ്, അത് സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ചാലിയത്തെ പ്രസംഗം കൊണ്ട് നമുക്കുള്ള നേട്ടം, ഏറ്റവും വലിയ നേട്ടം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിക്ക് പ്രത്യേകതയുണ്ടെന്നും അത് സ്വഹാബത്ത് സൂക്ഷിച്ചു വച്ചിരുന്നുവെന്നും അതിന് ബഹുമാനമുണ്ടെന്നും കേരളത്തിലെ മുജാഹിദുകളുടെ തലതൊട്ടപ്പനായ മൗലവിമാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു, ചാലിയത്തെ ഗണ്ണനം കൊണ്ട് തീർച്ചയായും നമുക്ക് ഗുണമുണ്ട്, നേട്ടമുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. സക്കരിയ സലാഹി പറയുന്നു, നിങ്ങൾ കേട്ടോളൂ, അയാൾ പറയട്ടെ.
അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സമ്മതിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. യാതൊരു സംശയം വേണ്ട, നിന്നെ കൊണ്ട് അതുപോലെ ഓരോന്ന് ഞങ്ങൾ തിരുത്തിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കലിതുള്ളുന്നു, കാലിടറുന്നു കപടക്കൂട്ടർ വഹാബികൾക്ക്. സുന്നി കൈരളിയെ കാണുമ്പോൾ അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കലിതുള്ളുന്നു, കാലിടറുന്നു കപടക്കൂട്ടർ വഹാബികൾക്ക്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. എന്നാൽ വഹാബി നേതാവിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ൂതിയ പറഞ്ഞു യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീറുകളില്ല, നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. നിബിതങ്ങൾക്കുള്ളതൊന്നും ആ മൗലവിക്കില്ല. ഞങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളുന്ന നേതാവാണ്. കാരണം എന്താ, അതുപോലൊരു സൗന്ദര്യം വേറെയില്ല. ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിൻ മാഇൽ മലാത്തി യസ്ഹറു വസുലുഫുക കാഫൂർ വറുദുക അൻബറു وخمسك ياقوت وباقيك جوهر. നബിയെ, അവിടുന്ന് സൗന്ദര്യത്തിന്റെ തികവ് തന്നെ. واجمل منك لم تر قط عيني واحلى منك لم تلد النساء. ഞങ്ങളുടെ നേതാവ് കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള നേതാവാണ്. നിങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളാത്ത കറുത്ത മനുഷ്യനാണ്. ഞങ്ങളുടെ തകരാറല്ല, നേതാവിനെ എടുക്കുമ്പോ കണ്ടറിഞ്ഞെടുത്തുകൊള്ളണം. ഇനി തിരിഞ്ഞോ, ഞങ്ങളുടെ നേതാവിന്റെ തക്ബീറിന്റെ പിന്മുറയില്ലെന്നാണ് അയാളുടെ പരാതി. ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹിക്ക് തക്ബീറിന്റെ പിന്നാമ്പുറമുണ്ട്. അത്ഭുതായ വന്യനായ മറിച്ചോ, മദീനയിലേക്ക് നബിതങ്ങൾ കടക്കുന്നു. ആ സമയത്ത് സ്വഹാബത്ത് വിളിക്കുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. തക്ബീറിന്റെ പിന്നണിയുണ്ട്. പിന്നെ അവരുടെ നേതാവിന് കോടിയുടെ കാറില്ല എന്നാണ് പരാതി. ഞങ്ങളുടെ നേതാവിന് അവിടുന്ന് മില്യൺ കണക്കിന് ഡോളർ കൊണ്ടുപോലും വാങ്ങാൻ കിട്ടാത്ത ബുറാക്കുള്ള നേതാവാണ്. തസ്ലീമാ സല്ലല്ലാഹു അലൈക മുസല്ലിമൻ തസ്ലീമാ.